നമസ്കാരം. വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കുറേ ശുഭകരമായ വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ മാതൃകാ വീടിൻ്റെ മുൻപിലാണ് ഉള്ളത്, ഇല്ലേ ഇൻസേ? നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തുമ്പോൾ തേയിലച്ചെടികളൊക്കെ നിന്ന ഒരു പ്രദേശമായിരുന്നു. പിന്നീട് ആ ചെടികളെല്ലാം പിഴുതുമാറ്റി ഈ മാതൃകാ വീടിന് തറക്കല്ലിട്ടു. പിന്നീട് കൃത്യമായി പറഞ്ഞാൽ 150 ദിവസം കൊണ്ട് ഒരു ടൗൺഷിപ്പ് അങ്ങ് ഉയർന്നു നിൽക്കുകയാണ്. അതെ, നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട് നമുക്ക് തന്നെ. അതെ, തുടക്കം മുതലേ നമ്മൾ ഈ ഓരോ നിർമ്മാണ പ്രവൃത്തിയിലും നമ്മൾ ഇതിൽ പങ്കാളികളായിരുന്നു. ഓരോ അപ്ഡേഷൻ കൊടുക്കുന്നതിലും വയനാട് വിഷൻ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ, അല്ലേ? കിഫ്കോണും അതുപോലെ കിഫ്ബിയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ഒക്കെ നിർമ്മാണ നിർവഹണ ഏജൻസിയൊക്കെയായി ഡോക്ടർ അരുൺ IASൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ മേൽനോട്ടം വഹിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ഇന്ന് ഉദ്ഘാടനത്തിൻ്റെ തൊട്ട് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അതാണ് നമ്മുടെ ഇതിൻ്റെ നോഡൽ ഓഫീസർ കൂടിയായിട്ടുള്ള ഡോക്ടർ അരുൺ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന സമയത്ത് തന്നെ മറ്റിവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ പ്രേക്ഷകർക്കെല്ലാം ഏറ്റവും അപ്ഡേഷൻ, ഏറ്റവും പുതിയ വിവരങ്ങളും പുതിയ ദൃശ്യങ്ങളും കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് കണ്ടുവരാം, അല്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കോടതി ഇടപെടലുകൾ കാരണം ഒക്ടോബർ 4-ന് സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത് ഉത്തരവായിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഭൂമി കൈവശം വന്നത് അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഏപ്രിൽ 11-ന് മാത്രമാണ്. അതിനുശേഷം ഏപ്രിൽ 15-ന് തന്നെ നമ്മൾ വർക്ക് ഓർഡർ നൽകി വർക്ക് തുടങ്ങുകയുണ്ടായി. പക്ഷേ നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാലാവസ്ഥ വേനൽ മഴ നല്ല രീതിയിലുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാലവർഷം വന്നു. കാലവർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ നമുക്ക് തുലാവർഷവും വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കളിമണ്ണ് നിറഞ്ഞ മണ്ണാണ്. നല്ല ക്ലേ കണ്ടൻറ്റ് വളരെ കൂടിയ മണ്ണാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ തറകളിൽ നിന്നും കുഴികളിൽ നിന്നും ഒരു ആഴ്ചത്തേക്ക് വെള്ളം ഒഴിഞ്ഞു പോവില്ല. അത് പലപ്പോഴും പമ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് വെള്ളം പണി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഒരു ആഴ്ചത്തേക്ക് അതിലൂടെ നിറയെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈവൻ നടക്കാൻ പോലും നിറയുമ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് പറ്റാത്ത ഒരവസ്ഥ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് പണിയെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം വന്നത് ജനുവരി 1 മുതൽ നവംബർ 1 മുതൽ മാത്രമാണ്. ഒക്ടോബർ 30 വരെ നല്ല രീതിയിൽ ഇവിടെ മഴ ഇൻ്റർമീഡിയറ്റ് ആയിട്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസം ഇപ്പോൾ പകുതി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 3.5 മാസമാണ് നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പണിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് വയനാട്ടിലെ കാലാവസ്ഥ നല്ല മഞ്ഞുള്ള, നമുക്കറിയാം, നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് വരുന്ന പല പണിക്കാർക്കും തൊഴിലാളികൾക്കും ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കാതായിട്ട്, അത് സഹിക്കാൻ പറ്റാനായിട്ട് തിരികെ പോയ ഒരുപാട് നൂറുകണക്കിന് എന്ന് തന്നെ പറയാം തൊഴിലാളികളുണ്ട്. അതേപോലെ നമുക്കറിയാം, ഈ ഏറ്റവും അന്തിമഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സ്പീഡി ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് നമ്മൾ SIRൻ്റെ വിഷയം വന്നത്. ആ SIRൻ്റെ വിഷയം വന്നിട്ട് തന്നെ ഒരുപാട് നൂറുകണക്കിന് തൊഴിലാളികൾ തിരികെ പോകേണ്ടി വന്നു. അപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാലാവസ്ഥാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ 1ാം ഘട്ട പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 178 വീടുകൾ ഫിസിക്കലി അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡിങ് ഓവറിന് തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം 300 വീടുകൾ നമ്മുടെ റൂഫ് ലെവൽ വാർപ്പ് പൂർത്തിയായി കഴിഞ്ഞു. അതും നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഒരാളെങ്കിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏപ്രിൽ 30-നകം എല്ലാ വീടുകളുടെയും പണി പൂർത്തിയാക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ഫേസിൽ ഇനി വേണ്ട 327 വീടുകളാണ്. ഫസ്റ്റ് ഫേസിൽ 178 വീടുകൾ. ഈ ടൗൺഷിപ്പിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ തൊഴിലാളി ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം 327ആണ്. ഈ 327 പേർക്കും വേണ്ട വീടുകൾ ഏപ്രിൽ 30 ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാൻ കഴിയും എന്നതാണ് കോൺട്രാക്ടർ നമുക്ക് നൽകിയിരിക്കുന്ന അഷുറൻസ്. പക്ഷേ എന്ത് തന്നെയായാലും അടുത്ത മഴ സീസണിന് മുമ്പ്, അടുത്ത കാലവർഷത്തിന് മുമ്പ് എല്ലാവർക്കും സ്വന്തം വീടുകളിൽ അന്തി ഉറങ്ങാൻ പറ്റും എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഡോക്ടർ അരുൺ ഇത്രയും നേരം ഈ സംഭവങ്ങളൊക്കെ വിവരിച്ചു തന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കാണാൻ നമുക്കൊരു മിക്സിംഗ് യൂണിറ്റ്, കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് പ്ലാന്റ് ഇവിടെ തന്നെ സ്ഥാപിച്ച് ഈ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ സാമഗ്രികളും ഇവിടെ നിന്ന് തന്നെ കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കിയാണ് ലോറിയിൽ എത്തിച്ച് വലിയ ബൂം യന്ത്രങ്ങളിലൂടെ കോൺക്രീറ്റൊക്കെ നടന്നത്. പിന്നെ നമ്മൾ ഈ നടന്നു വരുന്ന ഈ പ്ലാന്റിന് തൊട്ടടുത്തായി 10 സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ ഒന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ നടക്കുന്ന റോഡ്, ഇത് പ്രത്യേകതരം റോഡ് നിർമ്മാണ രീതിയാണ്. അതായത് ഇപ്പോൾ ചാക്ക് വിരിച്ച് നിങ്ങൾ കാണുന്നുണ്ടാകും. ഇത് കോൺക്രീറ്റ് ചെയ്ത ശേഷം ചാക്ക് വിരിച്ച് നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺക്രീറ്റിന് മുകളിലായിരിക്കും ഇനി ടാറിങ് വരിക. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുമായാണ് ഈ ടൗൺഷിപ്പ്, മാതൃകാ ടൗൺഷിപ്പ് ഉയരുന്നത്. അതിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനമാണ് 25-ന് നടക്കുക. ആ ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. പന്തൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി വേദി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാരിസിനും ജിൻസ് തോട്ടുങ്കരയ്ക്കുമൊപ്പം CV ഷിബു, വയനാട് വിഷൻ.